സ്നേഹമുള്ളവരെ, എൻ്റെ പേര് സിസ്റ്റർ ജിസ്മി. ഞാൻ സിസ്റ്റർ സോണിയയുടെ കൂടെ ജീവിച്ച ഒരു കമ്മ്യൂണിറ്റി അംഗമാണ്. സിസ്റ്റർ സോണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശുദ്ധി നിറഞ്ഞൊരു ജീവിതം നയിച്ച ഒരു നല്ല സിസ്റ്ററായിരുന്നു സിസ്റ്റർ സോണിയ. ഇത്രയും നല്ല മനോഹരമായ വിശുദ്ധി നിറഞ്ഞ സിസ്റ്ററിനെ ഞങ്ങളുടെ സഭയ്ക്കും തിരുസഭയ്ക്കും പ്രദാനം ചെയ്ത മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ഈ സമയത്ത് അനുശോചനം അർപ്പിക്കുകയും ചെയ്യുന്നു. സിസ്റ്റർ സോണിയ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് സിസ്റ്ററിന് ആക്സിഡൻ്റ് ഉണ്ടായ ദിവസം കാലത്ത് കുർബാനയ്ക്ക് ശേഷം 8 മണി വരെ സിസ്റ്റർ പള്ളിയിൽ പ്രാർത്ഥനയിലായിരുന്നു. വീണ്ടും കാപ്പികുടി കഴിഞ്ഞ് സിസ്റ്റർ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം 8:45 പോകുന്നതിന് മുന്നേ ചാപ്പലിലിരിക്കുന്ന സിസ്റ്ററിനെയാണ് ഞാൻ കണ്ടത്. ഞാൻ സ്കൂളിൽ പോയപ്പോൾ സിസ്റ്ററിനെ സമയമായി വരുന്നില്ലേ എന്ന് ചോദിച്ചു. സിസ്റ്റർ സോണിയ പറഞ്ഞു, സിസ്റ്റർ നടന്നു, ഞാനിതാ വരുന്നു സിസ്റ്റർ. അതുപോലെ തന്നെയാണ് എൻ്റെ പിന്നാലെ വന്ന സിസ്റ്റർ വീട്ടിലും ചോദിച്ചു. ഇതേ മറുപടി തന്നെയായിരുന്നു സിസ്റ്റർ സോണിയ നൽകിയത്. 2 മിനിറ്റിന് ശേഷമാണ് സിസ്റ്റർ സോണിയ ഇറങ്ങിയത്. ആ സമയത്താണ് സിസ്റ്ററിന് ആക്സിഡൻ്റ് ഉണ്ടായത്. രാത്രി കാലങ്ങളിൽ പതിവായിട്ട് തനിച്ച് ചാപ്പലിൽ ഈശോയോടൊപ്പം ആയിരിക്കാൻ ഏറ്റവും അധികം സിസ്റ്റർ ഇഷ്ടപ്പെട്ടിരുന്ന സമയം കണ്ടെത്തിയിരുന്നു. 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ നോക്കുമ്പോൾ ചാപ്പലിൻ്റെ മുന്നിൽ സിസ്റ്ററിൻ്റെ ചെരുപ്പ് കിടക്കുന്നതായി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിസ്റ്ററിൽ കിടങ്ങിയിരിക്കുന്ന വലിയൊരു ഗുണമാണ് നിഷ്കളങ്കത, എളിമ എന്നുള്ളത്. സിസ്റ്ററിനോട് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, എന്ത് പ്രാർത്ഥന സഹായം വേണമെങ്കിലും ചോദിക്കാം. ജനങ്ങളായിരിക്കാം, കമ്മ്യൂണിറ്റി അംഗങ്ങളായിരിക്കാം, ഒരു സുപ്പീരിയർ എന്ന നിലയിൽ സിസ്റ്റർ ഞങ്ങളെ ശ്രമിക്കുകയും പിറ്റേ ദിവസം സിസ്റ്റർ ചോദിക്കും, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എങ്ങനെയുണ്ട്, എന്തായി, അങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുകയും ആ വ്യക്തിയുടെ സങ്കടങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുക എന്നത് സിസ്റ്ററിൻ്റെ ഒരു വലിയൊരു ഗുണമാണ്. കുറേ കാര്യങ്ങൾ സിസ്റ്റർ ചെയ്യുന്നുണ്ട്, അതാരും അറിയപ്പെടുന്നില്ല, പക്ഷേ പ്രശംസ ലഭിക്കാറില്ല, അത് ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പലപ്പോഴും ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം ദൈവം കാണുന്നു, ദൈവം നമുക്ക് പ്രതിഫലം തന്നാൽ മതി, അതാണ് ഏറ്റവും വലുത് എന്നുള്ളത്. 13 വർഷക്കാലം സിസ്റ്റർ സന്യാസ ജീവിതം നയിക്കുന്നു. ഈ കാലയളവുകളിൽ വളരെ ചുരുങ്ങിയ ഉടുപ്പുകളാണ് സിസ്റ്റർ ഉപയോഗിച്ചിരുന്നത്. ഒരു ചെരുപ്പാണെങ്കിലും പൊട്ടിയതിന് ശേഷമാണ് തുന്നി മാക്സിമം ഇട്ട് അതിന് ശേഷമാണ് സിസ്റ്റർ അടുത്ത ചെരുപ്പ് വാങ്ങുക. അധ്യാപന ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളെ വളരെ ഇഷ്ടമാണ്. 1 തൊട്ട് 3 വരെയുള്ള കുട്ടികളെയാണ് ഈ 5 വർഷ കാലഘട്ടത്തിൽ സിസ്റ്റർ പഠിപ്പിച്ചിരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ഭക്ഷണത്തിനിരിക്കുമ്പോൾ സിസ്റ്റർ ആ കുഞ്ഞു കുട്ടികളുടെ ശ്രുതികളും തമാശകളൊക്കെ പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്ത് പറയുമ്പോൾ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ തന്നെ ഏറ്റവും നല്ല വിശുദ്ധി നിറഞ്ഞ ഒരു സിസ്റ്ററായിരുന്നു. ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്, എങ്കിലും സ്വർഗത്തിൽ വിശുദ്ധയായിരുന്നുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടി സിസ്റ്റർ മാധ്യസ്ഥം വഹിക്കുന്നു.